ചൈനയുടെ കുത്തകയ്ക്ക് ഇന്ത്യയുടെ കടുത്ത വെല്ലുവിളി. അപൂർവ ധാതുക്കൾ ഇല്ലാതെ തന്നെ ഇലക്ട്രിക് വാഹന മോട്ടോർ വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പുതിയ സ്മാർട്ടപ്പ് തുടങ്ങുകയാണ്. ആഗോള വാഹന വ്യവസായത്തിൽ പുതിയ വിപ്ലവത്തിനാണ് ഇപ്പോൾ ഇന്ത്യ തിരികൊളുത്തിയിരിക്കുന്നത്. ആഗോള വ്യവസായ ഭൂപടത്തിൽ ഇന്ത്യയുടെ പേര് പുതിയ അക്ഷരത്തിൽ ഇനി എഴുതപ്പെടുകയും ചെയ്യും. ഉൽപാദന രംഗത്തെ പുതിയ മഹാശക്തിയായി തന്നെ ഇന്ത്യ മാറുമെന്നതിന് ഏറ്റവും പുതിയ തെളിവായി തന്നെ മാറുകയാണ് ബംഗളൂരുവിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പിന്റെ അത്ഭുത കണ്ടുപിടുത്തം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കളിൽ ഒന്നായ റെയർ എർത്ത് മിനറൽസ് അഥവാ അപൂർവ കാന്തി ധാതുക്കളുടെ വിപണിയിൽ വർഷങ്ങളായി തന്നെ ചൈനയ്ക്ക് ഏകദേശം ചോദ്യം ചെയ്യപ്പെടാത്ത തന്നെ ആധിപത്യമുണ്ട്. ലോകത്തെമ്പാടുമുള്ള വാഹന നിർമ്മാതാക്കൾ ഈ നിർണായക ഘടനത്തിനായി തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഘടനയ്ക്കായി തന്നെ ചൈനയെ ആശ്രയിക്കുമ്പോഴാണ് ഇന്ത്യയിൽ നിന്ന് വന്ന ഈ ഒരു സാങ്കേതിക വിപ്ലവം ലോക ശ്രദ്ധ നേടുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിമാങ് ലബാസ് എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് സ്ഥിര കാന്തികകൾ ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന അത്യാധുനിക ഇലക്ട്രിക് മോട്ടോർ വികസിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഇലക്ട്രിക് വാഹന മോട്ടോറുകളുടെ ഹൃദയമായി കണക്കാക്കപ്പെടുന്ന പെർമനന്റ് മാഗ്നറ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പുതിയ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്നത്. അതായത് റെയർ എർത്ത് മിനറലുകൾ ഇല്ലാതെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ ഇനി സാധിക്കുമെന്നതാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതോടുകൂടി തന്നെ ചൈനയുടെ അസംസ്കൃത വസ്തു അതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു കുത്തകയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഇത് ഉയരുന്നത്. ഈ കഥയുടെ തുടക്കം കോവിഡ് മഹാമാരിയുടെ കാലത്താണ്. 2020 ലോകം ലോക്ക്ഡൌണിൽ അവിടെ നിശ്ചലമായപ്പോൾ ഈ കമ്പനി ആകട്ടെ ഒരു പ്രോട്ടോടൈപ്പ് മോട്ടോറുകൾക്ക് ആവശ്യമായ കാന്തികകൾ അവിടെ ചെന്നൈയിലെ ഒരു തുറമുഖത്തെ അവിടെ നിന്നുകൊണ്ട് മാസങ്ങളോളം തന്നെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഉൽപാദനം ഏറെക്കുറെ തടസ്സപ്പെടുകയും ചെയ്തെങ്കിൽ പോലും വിതരണ ശൃംഖല ഏറെക്കുറെ തകർന്നെങ്കിൽ പോലും പ്രതിസന്ധിയെല്ലാം അവസരമാക്കി മാറ്റുകയായിരുന്നു കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ മനീഷ് സേത്ത്. ലോകത്തിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായി തന്നെ നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിച്ച ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നിർണായക ചോദ്യം ഇവിടെ ഉയർത്തി. മാഗ്നറ്റുകൾ ഇല്ലാതെ തന്നെ അവിടെ മോട്ടോറുകൾ നിർമ്മിക്കാൻ പറ്റില്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഈ സാങ്കേതിക വിദ്യ. സോഫ്റ്റ്വെയർ അധിഷ്ഠിത നിർമ്മാണ അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മോട്ടോറുകൾ പ്രവർത്തിക്കുന്നത്. കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ, കുറഞ്ഞ ചിലവ്, കൂടുതൽ സ്വാതന്ത്ര്യം, ചൈനീസ് വിതരണ ശൃംഖലയെ ആശ്രയിക്കേണ്ട സാഹചര്യമില്ല എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളാണ് ഈ സാങ്കേതിക വിദ്യ നൽകുന്നത്. സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ന് ലോകത്തിന്റെ നിർമ്മാണ മേഖലയിലെ ആ ഒരു നിയമങ്ങൾ അതിനെ തന്നെ പുനരചിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി ചിന്തിക്കാനായി അതിനെ ശക്തമായി തന്നെ ചിന്തിക്കാൻ ഒരു അവസരം നൽകിക്കൊണ്ട് മാറ്റിയെടുക്കുകയാണ് ഇന്ത്യ ഇവിടെ ചെയ്യുന്നത്. ഇന്ത്യയുടെ കരുത്തുകൾ ഒന്നൊന്നായി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന പുതിയ ലോകക്രമത്തിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പുകൾ എഴുതുന്നത് വെറും ഒരു ബിസിനസ് വിജയഗാഥകളല്ല എന്നതാണ്, മറിച്ച് ഒരു പുതിയ വ്യവസായ വിപ്ലവത്തിന്റെ ചരിത്രം കൂടിയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതേസമയം ഒരു സാധാരണ ഇന്ധന വാഹനത്തിൽ എഞ്ചിനും ഫ്യൂവൽ ടാങ്കും എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ അതിൻ്റെ ബാറ്ററിയും മോട്ടോറും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യക്ഷമത, ടോർക്ക്, അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർണ്ണയിക്കുന്ന ഇൻവെർട്ടറുമായി തന്നെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മോട്ടോർ, അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉയർന്ന ശേഷിയുള്ള EV മോട്ടോറുകളായി തന്നെ ലോകം മുഴുവൻ ആശ്രയിക്കുന്നത് ചൈനയിൽ നിന്നുള്ള വസ്തുക്കളെയാണ്. എന്നാൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ തന്നെ സ്വയം ഇതെല്ലാം നിർമ്മിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നതാണ് ഈ ഒരു പുതിയ ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ട് തന്നെ ഇവിടെ എടുത്തു പറയുന്ന അല്ലെങ്കിൽ എടുത്തു സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ കർശനമാക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഇന്ത്യൻ കമ്പനിയുടെ കണ്ടെത്തൽ വലിയൊരു ആശ്വാസകരമാകുന്നത്. കടുത്ത പ്രതിസന്ധികളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും അതിജീവനത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും പുതിയൊരു പാത വെട്ടിത്തുറക്കാൻ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് കഴിയുമെന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ബംഗളൂരുവിൽ നിന്നുള്ള ഈ പുതിയ സാങ്കേതിക വിപ്ലവം ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.